ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ അവർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇതേ ടോപ്പിക്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M04 അല്ലാന്നുണ്ടെങ്കിൽ F04 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. രണ്ടും ബേസിക് ആയിട്ടുള്ള ഫോണുകളാണ്. HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേക്കാണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F13 അല്ലാന്നുണ്ടെങ്കിൽ M13 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കൂടിയ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 50+5+, 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. എക്സിനോസിന്റെ 850 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. ഈ ഫോൺ 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലഭിക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് 10000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പുറത്ത് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് A05 എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് F13 അല്ലാന്നുണ്ടെങ്കിൽ M13 എന്നീ ഫോണുകളാണ്. പിന്നെ നിങ്ങൾക്ക് 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 12000-12500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M14 5G അതുപോലെ തന്നെ F14 5G എന്നീ ഫോണുകൾ അവൈലബിൾ ആണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. എക്സിനോസിൻ്റെ 1330 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 12 5G ബാൻഡ്സ് വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ F14 എന്നുള്ള സ്മാർട്ട് ഫോൺ 12000 രൂപ പ്രൈസ് റേഞ്ചിലും M14 എന്നുള്ള സ്മാർട്ട് ഫോൺ 12500 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് A14 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ 5000 mAh ബാറ്ററി അതിൽ വരുന്നുള്ളൂ. പിന്നെ വില 14500 രൂപ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണം, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറും വേണമെന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാംസങ് F23 5G എന്ന ഫോൺ 17500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ M14 F14 അല്ലാന്നുണ്ടെങ്കിൽ F34 M34 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. എന്തായാലും F23 5G സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സാംസങ് F34 അല്ലാന്നുണ്ടെങ്കിൽ M34 എന്നീ ഫോണുകൾ 16200 അതുപോലെ തന്നെ 18500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. എക്സിനോസിൻ്റെ 1280 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 11 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്തൊരു കാര്യമാണത്. പിന്നെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ M34 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 12200 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. F34 എന്നുള്ള സ്മാർട്ട് ഫോൺ 18500 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്.
പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F54 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുമാത്രമല്ല പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 108+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് പഴയ ഫോണുകളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സാംസങ് S20 FE എന്നുള്ള സ്മാർട്ട് ഫോൺ 26,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 12+12+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ സാംസങ് S21 FE എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12+12+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒന്നിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 2100 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ആ ഫോൺ 34,000 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. പിന്നെ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് S21 FEയുടെ ആ ഒരു വെർഷൻ സ്കിപ്പ് ചെയ്തിട്ട് S22 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അതിലാകുമ്പം 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സർ അതിൽ വരുന്നുണ്ട്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 3200 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാതെ സാംസങ് S22 പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4500 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ വില 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. S22 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 എന്ന സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. അത് നോക്കാവുന്നതാണ്. അതിൽ 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 3900 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് S23 പ്ലസ് എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ സൈസ് അതിലോട്ട് വരുമ്പോൾ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4300 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ബാക്കി ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും. 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും അവൈലബിൾ ആണ്. പിന്നെ 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S22 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്. 2 കൊല്ലം മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. 6.8 ഇഞ്ചിൻ്റെ Quad HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 108+10+10+12 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 40 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ് S24 സീരീസ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. 80,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ ഈ ഫോണുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് S24 സീരീസാണ്. അതിൽ S24 എന്നുള്ള സ്മാർട്ട് ഫോൺ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിനോസിൻ്റെ പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. ഇനി എക്സിനോസിൻ്റെ പ്രോസസ്സർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ് S23 എന്നുള്ള ഫോൺ തന്നെ നോക്കാവുന്നതാണ്. പഴയ ഫോണാണെങ്കിലും സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ അതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 50+12+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 4000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാതെ S24 പ്ലസ് എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ ഇതിൽ നമുക്ക് 6.8 ഇഞ്ചിൻ്റെ Quad HD പ്ലസ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ Quad HD
HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ 4900 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ സാംസങ്ങിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ S24 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 200+12+50+10 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 1,30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 97,000 രൂപ പ്രൈസ് റേഞ്ചിൽ കഴിഞ്ഞ കൊല്ലത്തെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള S23 Ultra വരുന്നുണ്ട്. ഇതിലും 6.8 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 200+10+10+12 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 97,000 രൂപ പ്രൈസ് വെച്ചാൽ ഈ ഫോണും അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോൺസ് ആയിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 3 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ എടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് 1.9 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12+12 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 10 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3300 mAh ബാറ്ററിയും, 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 10 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 46,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 4 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 12+12 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 MP സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 3700 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ സാംസങ് Z Flip 5 എന്ന ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺ നോക്കാവുന്നതാണ്. ഇതിലും 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പുറത്ത് 3.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ പുറത്ത് വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12+12 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 10 MP സെൽഫി ക്യാമറയും, 3300 mAh ബാറ്ററിയും, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് വലിയ ഫോൾഡബിൾ ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സാംസങ് Z Fold 4ഉം ഒന്ന് Z Fold 5ഉം. രണ്ടിലും 7.6 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ഫോണുകളിലും 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ പുറത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ Z Fold 4ൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. എന്നാൽ Z Fold 5ലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 50+10+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഒരു ഡിസ്പ്ലേയിൽ 10 MP ക്യാമറയും ഉള്ളിൽ 4 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 2 ഫോണുകളിലും 4400 mAh ബാറ്ററിയും, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. ഇതിൽ Z Fold 4 എന്ന ഫോൾഡബിൾ ഫോൺ 1,15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. മറ്റേ ഫോൺ 1,55,000 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.